മുകളിലത്തെ റൂമല്ല, മുകളിലത്തെ ഹാളിൽ ബാൽക്കണി. ഈ ബാൽക്കണി പണിത് വെച്ചിട്ട് ഞാൻ ഇന്നായിരിക്കാൻ കയറിയിരുന്നേക്കണം. പിന്നെ ഇവിടെ അമ്പലം ഇല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന്. ആ ഷീറ്റിട്ടേക്കുന്ന അമ്പലമാണ് അവരുടെയൊക്കെ തറവാട് ക്ഷേത്രം. ആ 2 വീടിൻ്റെ തറവാട് ക്ഷേത്രം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കും. എൻ്റെ താഴെ ഒരു ഓല കിടക്കുന്നത്, പക്ഷേ എടുത്ത് കളയുന്നത് എങ്ങനെയാണ്. നല്ല അടിപൊളി പണിയായതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഇങ്ങനെ തന്നെ കിടക്കും. ഇന്നിപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് വെയിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇത് വേണ്ട, ഇവിടെ അതെ, ഇത് മുകളിലത്തെ നില, 3ാമത്തെ നില കയറാനുള്ളത്. ഇവിടെ ഇത് കാപ്പോർച്ചിൻ്റെ ഇതാണ്. എന്നാൽ ഇവിടെ എന്തെങ്കിലും പണിയണം. എൻ്റെ തുണി ഇടാനായിട്ട് ഒരു റൂമോ എന്തെങ്കിലും ഉണ്ടാക്കണം. എനിക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് മാറാൻ. ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് സെപ്പറേറ്റ് മാറണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പണിതു എന്ന് പറഞ്ഞു. എനിക്ക് സെപ്പറേറ്റ് തരാം, എൻ്റെ പ്രൊഫഷൻ സ്വന്തമായിട്ടിരുന്ന് ചെയ്യാനും എന്നെ ശല്യം ചെയ്യാനും വരില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്ന. കണ്ട് എൻ്റെ മാവ്, ആ പൂവ് കണ്ടോ, അതൊരു ചെമ്പരത്തിന്നാണ്. പക്ഷെ അതിൻ്റെ ഈ അടുത്തോട്ട് പോകുമ്പോൾ പറ്റില്ല, അത്ര മുള്ളാണ് അത്. നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ചെടി? പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കശുമാങ്ങ. ഒരു പ്ലാവ് കേട്ടാൽ എപ്പോഴാ ചക്ക കായ്ക്കൽ? ചക്കക്കുരു, ഇഷ്ടപ്പെട്ട ചക്കക്കുരു കൊണ്ട് വെച്ച് നട്ട് വെച്ചതാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു. ഏതാ ഇവിടെ സൂം ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അവിടെയും കൊണ്ടുവച്ച് നട്ടു. എല്ലാം അടുപ്പിച്ചപ്പോൾ വീടിൻ്റെ മുന്നിൽ വേറെ ഇറങ്ങുമെന്നറിയില്ല. പിന്നെ ഇതെന്ത് മരമാണെന്നൊന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറയണേ. ഈ ഒരു മരം മഹാഗണിയാണോ? ചിലർ പറയുന്നത് മഹാഗണി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ നട്ട അടപ്ലാവേ ഞാൻ നട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങിയാൽ കാണിച്ചു തരാമായിരുന്നു. അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അങ്ങോട്ട് ഇതിലേ ഇറങ്ങാൻ പറ്റില്ല, വേറെ സൈഡുണ്ട്, ആ സൈഡിൽ കൂടെ വേണം ഇറങ്ങാനായിട്ട്. ഇത് ആ പ്ലാവ് കണ്ടോ, ആ പ്ലാവിൽ മാങ്ങ കായ്ക്കും. മാങ്ങ കായ്ച്ചിട്ട് എല്ലാ കൊമ്പും അതിൻ്റെ മുകളിലറ്റം വരെയും കണ്ടോ, നോക്കി കാണിച്ചു തരാമേ. മാങ്ങ വന്നിട്ട് എല്ലാം കൂടെ കറ വീണു. മാങ്ങ അതിൻ്റെ വെയിറ്റ് കാരണം കൊമ്പിന് ഇതില്ല. അങ്ങനെ ആ മാവ് അങ്ങനെയായി. കൊത്തിക്കളയാൻ നോക്കുമ്പോൾ വീണ്ടും അതിൽ തളിരിട്ട് വരുന്നു. എനിക്കറിയാം തളിരിട്ട് വരുന്നത്. അപ്പോൾ എന്ത് സൗണ്ടാ പണ്ടാരങ്ങൾ. അപ്പോൾ അത് കൊത്തിക്കളഞ്ഞെങ്കിൽ വീണ്ടും വന്നേനെ. ഇതിപ്പോൾ ആ കൊമ്പിനൊന്നും ബലമില്ല. ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, പഴുപ്പിക്കാനൊന്നും കൊള്ളില്ല. വേറൊരു മാവ് കൂടി ഉണ്ട്, അതും വീടിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ആ തെങ്ങും ആ മാവ് നിൽക്കുന്നതുകൊണ്ടാണ് അടുക്കള അവിടെ നിന്ന് ചെറുതായിപ്പോയി. ഇത് മറ്റേ വിറക് കത്തിക്കുന്നുള്ള ചിമ്മിനിയോ ആ സംഭവം. വിറക് പോയിട്ട് ഒലക്ക, ഇവിടെ വിറകൊന്നും കത്തിക്കാൻ ആ സമ്മതിക്കില്ല. കത്തിച്ചാൽ അകത്ത് മൊത്തം ഇത് വരും, പുക. വിറകടുപ്പൊക്കെ പുറത്ത് വേണം പണിയാനായിട്ട്, ഇല്ലാണ്ട് അകത്തല്ല. നമ്മളെവിടേക്ക് ഭയങ്കര സിസ്റ്റാണ് കേട്ടോ. കാരണവന്മാർ തീരുമാനിക്കണം എന്തൊക്കെ വേണം എവിടെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അവരെ വീടൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷേങ്കിൽ ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ വീട് എങ്ങനെയൊക്കെ അവരതൊക്കെ വാശി തീർക്കാം, അതെല്ലാം ചെയ്യുന്ന മാതിരിയുണ്ട്. ഇനി പെങ്ങന്മാരുടെ വീടാണെങ്കിൽ എന്നാലും കണക്ക് തന്നെയാണ്. അവരോടൊക്കെ എന്തോ പക തീർക്കുന്ന പോലെയാണ്. പിന്നെ ഇവിടുത്തെ സ്വിച്ച് ബോർഡൊക്കെ അടിപൊളി സ്വിച്ച് ബോർഡാണ്. അതും ഇവർക്കെല്ലാ ഷോപ്പുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പഴയ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടോ, ഇതൊക്കെ വെക്കുള്ളൂ വാശി കാരണം. നമ്മൾ വേറെ സ്വിച്ച് ബോർഡ് വേണമെന്ന് പറഞ്ഞാലും വെക്കില്ല, വെച്ച് തരില്ല. അതാണ്. ഇത് കണ്ടോ ബാത്റൂം, ഞാൻ പറഞ്ഞില്ല മുകളിലത്തെ ബാത്റൂം കാണിച്ചു തരാമെന്ന്. ഇത് തുറക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇനി ഇത് ഞാനൊരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്, തുറന്നു തരാൻ പറ്റുന്ന അവസ്ഥയിൽ വല്ലതും ആക്കി തരുമെന്ന്. ഇതെന്താണെന്നറിയോ, നമ്മുടെ ഈ ഡോറില്ലേ, ഈ ഡോറിൽ ഇത് ഇങ്ങനത്തെ സാധനമില്ലേ, ഈ സാധനമാണ്
ഇവർ അതിന് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. ഈ ഡോർ എവിടെ ഇരിക്കുന്നത്? ഇത് മരത്തിൻ്റെ ഡോറ്. ഇതെന്താണ് സംഭവം? പ്ലാസ്റ്റിക്കിൽ ആരെങ്കിലും ഇമ്മാതിരി സാധനങ്ങൾ വയ്ക്കുമോ? വട്ട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതൊക്കെ എതിർത്താലും നമ്മളെ തറവാട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. പിന്നെ അകത്ത് കണ്ട തുണി മടക്കി വയ്ക്കാനുള്ള തുണികളാണ്. കണ്ടില്ല എന്ന് വേണ്ടിയില്ലല്ലോ. ഇത് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സൗകര്യം, തുണി വിരിക്കാനുള്ള സൗകര്യം. പക്ഷേങ്കിൽ വെള്ളം അടിച്ച് ഇങ്ങോട്ടാണ് തെറിക്കുന്നത്. പിന്നെ എടുത്തെടുക്കുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ഇത്. പിന്നെ ഒരു കൈപ്പയ്ക്ക, ഇത് പപ്പായ. ഇത് കണ്ട വാഴയൊക്കെ ഞാൻ നട്ട് വെച്ചതാട്ടാ. ഈ മാവൊന്നും ഞാൻ നട്ടതല്ലേ. മാവിൻ്റെ കൊമ്പ് വന്ന് ഇങ്ങെത്തി. അടുക്കള ബെഡ്റൂമിൽ കയറി വരുമെന്നറിയില്ല. തേങ്ങ ഇതെല്ലാം മതിലിനോട് ചേർന്നാണ് നിൽക്കുന്നത്, നമ്മുടെ തെങ്ങുകളെല്ലാം. പിന്നെ ഞാൻ നട്ടതാണ് അത് സീതപ്പഴം. ഇവിടെ കാണുന്നില്ല. ഇതാ പേര, ഇനിയുണ്ട്. മൈലാഞ്ചി, വീണ്ടും സീതപ്പഴം, വീണ്ടും പേരയ്ക്ക, പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ നമ്മുടെ ഫ്രണ്ടായി ഉണ്ടോ. അതോടുകൂടി കഥ അവസാനിച്ചു.